ഈ ഇൻസിഡന്റ് നടക്കുമ്പോൾ അരവിന്ദ് എവിടെയായിരുന്നു? ഞാൻ ഓഫീസിലായിരുന്നു. വേർ ആർ യു വർക്കിംഗ്? ഞാൻ മീഡിയ ടേണിൻ്റെ ക്രിയേറ്റീവ് ഹെഡാണ്. സ്ലിപ്പർ ഇട്ടിട്ടാണ് ഓഫീസിൽ പോവാറ്? അത് ഞാൻ ഓഫീസിൽ നിന്ന് വീട്ടിൽ പോയിട്ടാണ് വരുന്നത്. എവിടെ വെച്ച സംഭവം അറിഞ്ഞത്? വീട്ടിൽ വെച്ച് മൊബൈൽ ഓൺ ചെയ്തപ്പോഴാണ് കവിതയുടെ മെസ്സേജസ് കാണുന്നത്. അപ്പോഴാണ്. അപ്പോൾ അരവിന്ദൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. വൈ സോ? അപ്പോൾ ഓഫീസിലെ ചെറിയ ഇഷ്യൂസ്, പിന്നെ മൊബൈലും ചാർജ് ഇല്ലായിരുന്നു. ഓഫീസിൽ എന്താ ഇഷ്യൂസ്? ഞാനിവിടെ ഒരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട്, മീറ്റ് ദ ലെജൻഡ്. ഒരു മിനിറ്റ്. ഇതിപ്പോൾ 1-2 തവണയായി. പ്രൈം ടൈമിൽ പോയിക്കൊണ്ടിരിക്കുന്ന എൻ്റെ പ്രോഗ്രാമിൻ്റെ ടൈമിംഗ് മാറ്റുമ്പോൾ അറ്റ്ലീസ്റ്റ് എൻ്റെ അടുത്തൊന്ന് ഡിസ്കസ് ചെയ്യണ്ടേ? അരവിന്ദ്, ഈ ടൈപ്പ് ബുദ്ധിജീവി പരിപാടികൾക്കൊന്നും ഇപ്പോൾ റേറ്റിംഗ് ഇല്ലടോ. അതുമല്ല, എന്തൊരു ബോറൻ പേരാടോ, മീറ്റ് ദ ലെജൻഡ്. തനിക്ക് തോന്നിയില്ലേ? ഇവിടെ തൊട്ടുമിക്ക പ്രോഗ്രാമിൻ്റെ പേരിട്ടുള്ളത് ഞാനാണ്. അന്നൊന്നും ആർക്കും പ്രശ്നം ഉണ്ടായിരുന്നില്ല. പ്രതാപ് വന്നതിന് ശേഷമാണ് ഇതൊക്കെ പ്രശ്നമായി. പ്രതാപ്, ആക്ച്വലി ഞാനാണോ ഇഷ്യൂ അതോ എൻ്റെ പ്രോഗ്രാമാണോ ഇഷ്യൂ? അയ്യോ, അതിന് എൻ്റെ ചാനലൊന്നുമല്ല അരവിന്ദ്. കാശ് മുടക്കുന്നവർക്കുണ്ടാവില്ല ചില തീരുമാനങ്ങളൊക്കെ, നമ്മളത് മാനിക്കണ്ടേ? അതുമല്ല, ചില സമയത്ത് ഈ എക്സ്പീരിയൻസ് ഒരു ബാധ്യത. പുതിയ പുതിയ പിള്ളേരൊക്കെ വന്നുകൊണ്ടിരിക്കുക, പറഞ്ഞതേ ഉള്ളൂ. അരവിന്ദൻ്റെ ബോസില്ലേ പ്രതാപ്, ഗിവ് മീ ഹിസ് നമ്പർ. എയ്റ്റ് 85 890. വൺ സെക്കൻഡ്. സോറി, പറഞ്ഞു. 85890 890 83 83 666. 666. I couldn't get him. Madam. Details എടുത്തു. കുട്ടിയുടെ ക്ലിനിക്കൽ എക്സാമിനേഷൻ റിപ്പോർട്ടിൻ്റെ ഒരു കോപ്പിയാണ്. അന്ന് അന്വേഷിച്ചു. ശരി. ശരത്, യെസ് മാം. എളുപ്പം വേണം. അരവിന്ദ് മദ്യപിച്ചിട്ടുണ്ടോ? ഞാൻ ഓഫീസിൽ നിന്ന് ക്ലബ്ബിൽ പോയിരുന്നു. ഡെയിലി ഉണ്ടോ? ഇല്ല, വല്ലപ്പോഴും. യാ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഓഫീസിൽ പ്രഷർ, പിന്നെ ഫാമിലി ഇഷ്യൂസ് അല്ലേ? ഫാമിലി ഇഷ്യൂസോ? എന്ത് ഫാമിലി ഇഷ്യൂസ്? സോറി അരവിന്ദ്, ഇങ്ങനെ ഒരു കേസ് ആയതുകൊണ്ട് ഐ എം സോറി. പോവാം. അപ്പൊ അതാണ് ഈ ജനാർദ്ദന ഡോക്ടർ ഇവിടെ നിന്ന് പോകാൻ കാരണം. പിന്നെ അല്ലാതെ ഇവിടെയൊക്കെ കാശിന്റെ കളിയല്ലേ സാറേ? ഡോക്ടർമാർക്ക് ശമ്പളം കുറഞ്ഞാൽ വേറെ ഹോസ്പിറ്റലിൽ പോവാം, സിസ്റ്റർമാർക്ക് സമരം ചെയ്യാം. നമ്മളെ കാര്യോ ഒരു പുരോഗതി ഇല്ല സാറേ. നമ്മള് യൂണിഫോം ഇട്ടവരുടെ ഗതി ഇത് തന്നെയാ, പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു സിഗരറ്റ് തന്നെ ഇല്ല സാറേ, സിഗരറ്റ് പോലും ഇല്ല. പോലീസുകാരോട് കള്ളം പറയരുത്. ഞാൻ കണ്ടാ പോക്കറ്റില്ല. ഇനി ഒന്ന് വരണം. സോറി. തീപ്പെട്ടിയില്ലേ? പക്ഷെ ഇവിടെ എല്ലാ സ്ഥലത്തും ഡേവിസിന്റെ കണ്ണിയൊന്നും പറ്റും ഇല്ലേ? നമ്മൾ അറിയാതെ ഇവിടെ ഒന്നും നടക്കൂല സാറേ. ഈ ഡോക്ടർ ഗൗതം അങ്ങനെ ഉണ്ട്? അയാളൊരു പഞ്ചപാവ സാറേ. എന്നാലും ചെറിയ ചുറ്റികളൊക്കെ ഉണ്ട്. അത് ഈ പ്രായത്തിലല്ലേ നടക്കുള്ളൂ. വേണ്ട സാർ, ഞാൻ ഇവിടെ നോക്കാം. ഇരിക്കടോ. ഓ, എവിടെയാ ഡേവിസിന്റെ വീട്? കോഴിക്കോടാണ് സാറേ. ഭാഷ കേട്ടപ്പോ തോന്നി കോഴിക്കോട്. കോഴിക്കോട് വെസ്റ്റില്.
വെസ്റ്റിൽ എനിക്കറിയാലോ. അവിടെ എവിടെ? പോസ്റ്റ് ഓഫീസിന്റെ ബാക്കിലായി വരും. ഓ, ഈ സോണി സിസ്റ്റർ എങ്ങനെയുണ്ട്? ഓ, അതൊരു പിടി കിട്ടാത്ത കേസാണ് സാറേ. കല്യാണം കഴിച്ചില്ല, ഒരു കഥയാ. എനിക്കും അത് തോന്നി. ഇന്ന് തന്നെ കണ്ടില്ല ആ കൊച്ചിന്റെ കേസ് കുളവാക്കിയത്. അത് സാറ് പറഞ്ഞു. ഇവിടെ എല്ലാവരും അറിഞ്ഞു. ജെയിംസ് എങ്ങനെ അറിഞ്ഞേ? ഞാൻ ആ ബാത്റൂമിൽ നിന്ന് ഇറങ്ങുന്ന നേരത്തെ ഡോക്ടർ സിസ്റ്ററും കൂടി ഈ കാര്യത്തെ കുറിച്ച് സംസാരിക്കുന്നത് കേട്ടു. അവരങ്ങനെ ചെയ്യില്ല സോണി. എനിക്ക് വർഷങ്ങളായിട്ട് അറിയുന്ന അരവിന്ദിനെയും കവിതയും അങ്ങനെ കുട്ടികളെ അടിച്ചു വളർത്തുന്ന ടൈപ്പ് അല്ല അവർ. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. ഇത് തന്നെയാണ് എന്റെ സംശയം. നിങ്ങൾ എല്ലാവരും കൂടെ ഇത് ബെറി ചെയ്യും. സോണി പ്ലീസ് പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദ സിറ്റുവേഷൻ. ഇത് കണ്ടോ എന്റെ പപ്പ ചെയ്തത്. ഞാൻ പിന്നെ അത് ആരോടും പറയാൻ പോയില്ല സാറേ. അത് നന്നായി. യാ, സോണി ഈ സെയിം കൺസേണിനോട് പറഞ്ഞിരുന്നു. ഡോക്ടർക്കും അങ്ങനെ തോന്നിയോ? അതപ്പോൾ കൺഫേം ചെയ്യൽ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു. ബിക്കോസ് ടേഴ്സ് വീണാലും ഈ സെയിം മൂഡ്സ് ഒക്കെ ഉണ്ടാവാം. പിന്നെ അപ്പോഴത്തെ കൺസേൺ ഇതല്ലല്ലോ, കുട്ടിയുടെ ജീവനല്ലേ. സോ യു ഡിഡ്ന്റ് ഡു എനിത്തിങ് അബൌട്ട് ഇറ്റ്? യെസ്, ഐ ഡിഡ്. തനിക്ക് ഈ കുട്ടിയുടെ പാരൻസിനെ എങ്ങനെ പരിചയം? അരവിന്ദൻ എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ്. ദ ഫാമിലി ഈസ് വെരി ക്ലോസ് ടു മീ. എന്ത് പറ്റി ഡോക്ടർ? ഹേ, നത്തിങ്. എനി ഇഷ്യൂ? ക്യാൻ ടെൽ മീ. സോണി ഹാഡ് എ ഡൗട്ട്. ഒരു ചൈൽഡ് അബ്യൂസിൻ്റെ പോസിബിലിറ്റി ഉണ്ടോ? കുട്ടിയുടെ ശരീരത്തിലെ മാർക്സ് എല്ലാം കണ്ടപ്പോൾ ഇവൻ ഐ ഓൾസോ ഗോട്ട് കൺഫ്യൂസ് ഫോർ എ മൊമെന്റ്. നോ വേ ഡോക്ടർ. എനിക്ക് ഈ ഫാമിലി നന്നായിട്ട് അറിയാം. വി ആർ വെരി ക്ലോസ് ഫ്രണ്ട്സ്. ഞാൻ മിക്ക ദിവസവും അരവിന്ദൻ്റെ വീട്ടിൽ പോകാറുണ്ട്. ഐ ഹവ് നെവർ സീൻ സച്ച് എ സിറ്റുവേഷൻ. ആസ് എ മാറ്റർ ഓഫ് ഫാക്ട് ഞങ്ങളെല്ലാം പറയാം അരവിന്ദ കുട്ടികളെ കൊഞ്ചിച്ച് വഷളാക്കുന്ന. എനിവേ യു ചെക്ക് ഇറ്റ്. നിങ്ങൾ ഫ്രണ്ട്സ് അല്ലേ? അശ്വിന് ചിലപ്പോൾ ഒരു സർജറി വേണ്ടി വരും. ഇൻഷുറൻസ് ഫോർമാലിറ്റീസ് വല്ലോണ്ട് ഇനിഷ്യേറ്റീവ് എടുത്തോളൂ. ഓക്കെ. കുട്ടിയുടെ ഫാദർ ഈസ് ഓൺ ഹിസ് വേ. ഡോക്ടർ ഗൗതം അത്ര കോൺഫിഡൻ്റ് ആയിട്ട് പറഞ്ഞപ്പോൾ ഞാൻ അത്ര കാര്യമാക്കിയില്ല. ഡോക്ടർ ഒരു കോളുണ്ട്. ആരാ? അഡ്വക്കേറ്റ് പ്രകാശ്. പിന്നെ വിളിച്ചോളാന്ന് പറഞ്ഞു. ആ കുട്ടിയുടെ പേരൻസിനോട് ഇതേപ്പറ്റി ഒന്നും സംസാരിച്ചില്ലേ? സംസാരിക്കണമെന്ന് വിചാരിച്ചു, പക്ഷേ ബാക്ക് ടു ബാക്ക് സർജറീസ്. സോ വെൻ ഡിഡ് ദിസ് ആക്ച്വലി ഹാപ്പൻ? ഞാൻ ഓട്ടിയിലായിരുന്നു. സോണി എന്നെ വിവരം അറിയിച്ചത്. സിസ്റ്റർ, അച്ഛനെന്തോ ഒന്ന് പെട്ടെന്ന് വരൂ പ്ലീസ്. What's the condition? Sir, seizures are not controlled. Okay.